ഇന്ദുപ്പ് നമ്മൾ മലയാളികൾക്ക് വളരെ സുപരിചിതമായ ഒരു പദാർത്ഥം. കാലങ്ങളായി നമ്മുടെ ആയുർവേദിക് മരുന്നുകൾ, പച്ചമരുന്നുകൾ, കഷായങ്ങൾ എന്നിവയിലെ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രധാന ഘടകം. ക്രിസ്റ്റൽ രൂപത്തിലും പൗഡർ രൂപത്തിലും ഇന്ദുപ്പ് നമുക്ക് ഇന്ന് ലഭ്യമാണ്. നമ്മുടെ സാധാ ഉപ്പിന് ബദലായിട്ടോ ആൾട്ടർനേറ്റീവായിട്ട് ടേബിൾ സാൾട്ടായിട്ട് ഇന്ദുപ്പ് ഉപയോഗിച്ച് വരുന്നുണ്ട്. 84 പരം പ്രകൃതിദത്തമായ ധാതുലവണങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരോഗ്യകരമായ ഗുണങ്ങൾ വർണ്ണനാതീതമാണ്. ഇന്ദുപ്പ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നതെങ്കിലും കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഇതറിയപ്പെടുന്നത് ഹിമാലയൻ പിങ്ക് സാൾട്ട് അല്ലെങ്കിൽ ഹിമാലയൻ റോക്ക് സാൾട്ട്, ചില സ്ഥലങ്ങളിൽ ബ്ലാക്ക് സാൾട്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. ബ്ലാക്ക് സാൾട്ട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കാടിഞ്ഞ് കൂടിയ തരത്തിലുള്ള കളർ വ്യത്യാസമുണ്ട്. പിങ്ക് എന്നുള്ളത് മാറിയിട്ട് കുറച്ച് ഡാർക്ക് ആയിരിക്കും. ഇന്ന് നമ്മൾ അനേകായിരം വർഷം പഴക്കമുള്ള 100% ഓർഗാനിക്കും നാച്ചുറലും അതുകൊണ്ട് തന്നെ വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സുമുള്ള ഇന്ദുപ്പിൻ്റെ അഥവാ ഹിമാലയൻ ക്രിസ്റ്റൽ സാൾട്ടിൻ്റെ പ്ലേറ്റ് കൊണ്ടുള്ള തികച്ചും വ്യത്യസ്തമായ ഒരു ഗ്രില്ലിംഗാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ ബോക്സ്. ഇത് ആമസോണിൽ നിന്ന് ഞാൻ വരുത്തിയതാണ്. ആമസോൺ അത് ഇവിടെ കിട്ടില്ല, കുവൈറ്റിലൂടെ കിട്ടില്ല. നാട്ടിൽ വരുത്തിച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഓക്കെ, ഇത് ഏകദേശം 5000 രൂപയോളം ഇതിന് വിലയുണ്ട്. എനിക്ക് തോന്നുന്നു എത്രയോ 3900 രൂപയ്ക്ക് എന്തോ ഓഫറിൽ എനിക്ക് കിട്ടിയതാണ്. ഇന്ദുപ്പിന്റെ ഈ പ്ലേറ്റ് വെച്ചുകൊണ്ടുള്ള ബീഫ് സ്റ്റീക്ക് ഗ്രില്ലിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് പതുക്കെ അൺബോക്സ് ചെയ്യാം. ലോക്കൽ മീറ്റ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ഫ്രഷ് ബീഫ് സ്റ്റീക്സ് ആണ് ഞാൻ ഗ്രില്ലിങ്ങിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് നമുക്ക് പതുക്കെ സാൾട്ട് ഗ്രില്ലിംഗ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. സാധാരണയായി ബീഫ് സ്റ്റീക്സിന് എന്തെങ്കിലും മാരിനേഷൻ ചെയ്യുന്നത് പതിവാണ്. പക്ഷേ
ഈ ഒരു സാൾട്ട് പ്ലേറ്റിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മാരിനേഷൻ്റെ ഏതൊരു വിധത്തിലുള്ള മാരിനേഷൻ്റെയും ആവശ്യമില്ല. ഈ ഉപ്പിൽ നിന്ന് തന്നെ 84 പരം ധാതുലവണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധാതുലവണങ്ങൾ ഉപ്പിൽ നിന്ന് തന്നെ ഊർന്നിറങ്ങി ബീഫ് സ്റ്റീക്കിൽ ഒരു നല്ല വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായുള്ളൊരു മാരിനേഷൻ ഫോം ചെയ്യുന്നതാണ്. നമ്മളതുകൊണ്ട് ഫ്രഷ്ലി ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പറും ഒലിവ് ഓയിലും മാത്രമാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ഒരു സൈഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് മറുപുറം മറിച്ചിടാം. എന്നിട്ട് വീണ്ടും 5 to 7 മിനിറ്റ്സ് അവിടെയും കുക്ക് ചെയ്യാം.